യെസ്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 3, 7, 11 ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ്? വേഗം ചെയ്യുക. വാട്ട് ഈസ് ഫൈൻഡ് ദ 11th ടേം? ഈ ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. വേഗം ചെയ്ത് നോക്കുക. എൻ്റെ കൂടെ ഒപ്പം ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഹൗ ടു കാൽക്കുലേറ്റ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സെക്കൻഡ് ടേമിൽ നിന്ന്, സെക്കൻഡ് ടേം ഇവിടെ 7 ആണ്, 7ൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ കിട്ടുന്നതിനെ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. സോ വാട്ട് ഈസ് 7 മൈനസ് 3? 4. ദിസ് ഈസ് എ കോമൺ ഡിഫറൻസ്. സോ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ 11th ടേം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വെരി സിമ്പിൾ ആണ്. 11th ടേം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം. എന്താണ് 11th ടേം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? x11 എന്ന് എഴുതുക. x11 എന്ന് എഴുതാൻ കാരണം എന്താണെന്നറിയോ? 11th ടേമിനെ പറയുന്ന പേര് x11 എന്നാണ്. x11 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ചെയ്യണം? 10d എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ചെയ്യണം. ഫസ്റ്റ് ടേമിന്റെ കൂടെ 10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ചെയ്യുമ്പോഴാണ് 11th ടേം കിട്ടുക. സോ വാട്ട് ഈസ് x1? x1 എന്ന് പറഞ്ഞത് 3. ഇതാണ് x1. x1 എന്നുള്ളത് 3 എന്ന് കൊടുക്കുക. ക്ലിയർ അല്ലേ? പ്ലസ് 10 ഇൻറ്റു d. വാട്ട് ഈസ് d? 4. ഇനി ഇവിടെ തെറ്റിക്കാൻ സാധ്യത ഇതാണ് 3ഉം 10ഉം ആഡ് ചെയ്തിട്ട് 13 എന്ന് എഴുതി വെക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. സോ എങ്ങനെയാണ് ചെയ്യുക? 3 പ്ലസ് വാട്ട് ഈസ് 10 പ്ലസ് 3? വാട്ട് ഈസ് 10 ഇൻറ്റു 4 എത്രയാണ്? 10 ഇൻറ്റു 4 40. സോ വാട്ട് ഈസ് ദ ആൻസർ? 43. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഇത് ക്ലിയർ അല്ലേ? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 6. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ മാർക്ക് ചെയ്തോളൂ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ 2 ടേമുകളാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? 7th ടേം 48. ഏതാണ് തന്നിട്ടുള്ളത്? 7th ടേം. ഇതങ്ങനെയാണ് എഴുതുക. 7th ടേം 48. ക്ലിയർ അല്ലേ? 7th ടേം 48. അതേപോലെ തന്നെ വേറെ എന്താ തന്നിട്ടുള്ളത്? 13th ടേം അല്ലേ? 13th ടേം എത്ര തന്നിട്ടുള്ളത്? 66ഉം തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കാണേണ്ടത്? കോമൺ ഡിഫറൻസ് ആണ് കാണേണ്ടത്. എങ്ങനെയാടാ കോമൺ ഡിഫറൻസ് കാണുക? TD ബൈ PD. TD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ടേമുകൾ ഡിഫറൻസ് ചെയ്യണം. ഇതിലെ ടേമുകൾ ഇതൊക്കെയാണ്. x13 ഒരു ടേം, x7 വേറൊരു ടേം. ഈ 2 ടേമുകളാണ് ഡിഫറൻസ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഡിഫറൻസ് ചെയ്യുക. x13 ടേമുകൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മാത്സിൽ മൈനസ് ആണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ബൈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 13ന്റെ പൊസിഷൻ ഏതാ? x13ന്റെ പൊസിഷൻ ഏതാണ്? 13. x7ന്റെ പൊസിഷൻ ഏതാണ്? 7. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. വേഗം ചെയ്ത് നോക്കിക്കോളൂ. x13 എത്രയാണ്? 66 അല്ലേ? എത്രയാണ്? x7 എത്രയാണ്? x7 എത്രയാണ്? 48. 30 മൈനസ് 7 എത്രയാണ്? 30 മൈനസ് 7 എത്രയാണ്? 6. സോ വേഗം ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. എത്രയാണ്? 66 മൈനസ് 48. 66 മൈനസ് 48 എന്ന് പറഞ്ഞാൽ 18 അല്ലേ? ഉറപ്പല്ലേ? 18/6. വാട്ട് ഈസ് ആൻസർ? 18/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 എന്ന ആൻസർ കിട്ടും. വെരി സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇനി ഇതിൽ ബി ക്വസ്റ്റ്യൻ 10th ടേം ആണ് കാണേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് 10th ടേം കാണേണ്ടത്. എന്താണ് 10th ടേം കാണാനുള്ള ഇക്വേഷൻ? 10th ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? x7ൽ നിന്ന് x7ന്റെ കൂടെ എന്ത് ചെയ്യണം? x7ന്റെ കൂടെ എന്ത് ചെയ്യണം?
3D ചെയ്യണം. ഈ 3 എങ്ങനെ കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടോ? ഹലോ, ഈ 3 എങ്ങനെ കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടോ? ഈ 3 എങ്ങനെ കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ദാ ഈ 10 ഇല്ലേ, സിമ്പിൾ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി പറയണേ, ഈ 10 7 മൈനസ് ചെയ്തതായിരിക്കും. 10 ഇല്ലേ, 10 7 മൈനസ് ചെയ്തതായിരിക്കും അവിടെ എഴുതിയിട്ടുണ്ടാവുക. 10 7 മൈനസ് ചെയ്തതാവും അവിടെ എഴുതിയിട്ടുണ്ടാവുക. ഒന്ന് പറഞ്ഞ what is x7? what is x7? 48 അല്ലേ? 3 into d, d എത്രയാണ്? 9 അല്ലേ? യെസ്. സോ വേ ആൻസർ ചെയ്തോളൂ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. 48 എന്ന് കിട്ടും. 48 എന്ന് കിട്ടും. 3 into 3 9. സോ what is ആൻസർ? 57 എന്ന് കിട്ടും. ഈസി അല്ലേ? സോ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? യെസ്.